ഹലോ എവ്രി വൺ വെൽക്കം ടു എസ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോറോണിന്റെ ബാക്കിയുള്ള കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബൊറാസിനാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ, ഇൻഓർഗാനിക് ബെൻസിൻ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്തൊരു കോമ്പൗണ്ട് ബോറിക് ആസിഡ് ആണ്. ബോറോണിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് ബോറിക് ആസിഡ്. ഓക്കെ, ഇതിന്റെ ഫോർമുല പറയുന്നത് എന്താണ്? H3BO3. ഫോർമുല എന്താണ്? H3BO3. H3BO3 എഴുതിയിട്ടുണ്ട്. H3BO3 അല്ലെങ്കിൽ നമുക്ക് BOH thrice എന്ന് എഴുതാം. ഇവിടെ 3 ഹൈഡ്രജനും 3 ഓക്സിജനും ഉണ്ട്. അപ്പൊ നമുക്ക് OH thrice എന്ന് എഴുതാം. അല്ല, മൊത്തത്തിൽ H3BO3 ആണ്. ഇതിന്റെ ഫോർമുല എന്തായാലും ഓർത്ത് വെക്കണേ. അതൊക്കെ. ഇനി എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യാനാണ് അടുത്ത് നോക്കുന്നത്. ഇനി നമുക്ക് ബോറിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് നോക്കി നോക്കാം. ആദ്യത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് ഫ്രം റിയാക്ഷൻ ഓഫ് ബൊറാക്സ് വിത്ത് HCl. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഫ്രം ബൊറാക്സ്. ഇതൊരു കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ആണ്. നമ്മൾ ഫൈൻ ആയിട്ട് പൗഡർ ചെയ്തിട്ടുള്ള ബൊറാക്സ്. ബൊറാക്സ് എന്ന് പറയുമ്പോൾ എന്താ സാധനം? Na2B4O7. ഇത് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ടുള്ള ഈ ബൊറാക്സ് എന്ത് ചെയ്യുന്നു? നമ്മൾ HCl ആയി ട്രീറ്റ് ചെയ്യുന്നു. HCl ട്രീറ്റ് ചെയ്യുമ്പോൾ ഹോട്ട് കോൺസെൻട്രേറ്റ് HCl കേട്ടോ. ഈ HCl എങ്ങനത്തെ HCl? ഹോട്ട് കോൺസെൻട്രേറ്റ് HCl ആണ്. ഹോട്ട് ആയിട്ടുള്ള കോൺസെൻട്രേറ്റ് HCl ആണ്. 2HCl. പിന്നെ H2 വരുന്നുണ്ട്, വാട്ടർ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ബൊറാക്സ്, HCl, പിന്നെ വാട്ടർ എന്ത് കിട്ടും? ബോറിക് ആസിഡ് കിട്ടും. BOH thrice. BOH thrice എഴുതാം. അത് എത്ര മോളിക്യൂൾ? 4 മോളിക്യൂൾ. അല്ലെങ്കിൽ നമുക്ക് എഴുതാം H3BO3 എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതിന്റെ കൂടെ പിന്നെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് സോഡിയം ക്ലോറൈഡ് വരുന്നത്. ഇവിടെ ബൊറാക്സ് സോഡിയം അല്ലേ, അപ്പൊ സോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്യുന്നു? ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് ബൊറാക്സ് കിട്ടും. അപ്പൊ നമുക്ക് പഠിക്കേണ്ട എന്താണ്? ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ബോറിക് ആസിഡ് കിട്ടി. അപ്പൊ നമ്മൾ റിയേജന്റ് നമ്മൾ പഠിക്കേണ്ട ബാലൻസിങ് അങ്ങനെ ഇക്വേഷൻ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് എന്ത് വേണം? ഈ റിയേജന്റ് പഠിക്കണം. ഇതെന്താ? ഇത് ബൊറാക്സ് ആണ്. ബൊറാക്സും പിന്നെ HCl ഇത് രണ്ടാണ് നമ്മൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. ക്ലിയർ ആയി? ഇതാണ് ഒരു പ്രിപ്പറേഷൻ മെത്തേഡ്. നമുക്ക് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രിപ്പറേഷൻ മെത്തേഡ്. വേറൊന്നും പിന്നെ അങ്ങനെ നോക്കണ്ട, ഇത് നോക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് പോകുന്നത് ഇതിന്റെ സ്ട്രക്ചറിലേക്കാണ്. ബോറിക് ആസിഡിന്റെ സ്ട്രക്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, എന്താ പറയുന്നത് ഇവിടെ? ബൊറാസിലേക്ക് പോയി നമ്മൾ. ഓക്കെ, ഒരു മിനിറ്റ്. ഇതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് BO3 3- ആണ്. ബോറിക് ആസിഡിലെ ബേസിക് യൂണിറ്റ് എന്താ? BO3 3- ആനയോൺ ആണ്. ഇതിന്റെ സ്ട്രക്ചർ ട്രയാഗണൽ പ്ലനാർ ആണ്. അവിടെ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. അപ്പൊ ഇത്രയും കാര്യം നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. നമ്മൾ ബൊറാസിനും sp2 ആയിരുന്നു, ബോറോണും ഹൈഡ്രജനും. ഇവിടെ എന്തിനാണ്? sp2 ആണ്. സോ ട്രയാഗണൽ പ്ലനാർ ആണ്. പിന്നെ ബേസിക് ആയിട്ട് യൂണിറ്റ് ആണ് BO3 3-. ഇവിടെ കണ്ടോ, ഇതാണ് സ്ട്രക്ചർ വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 3 sp2 ഓർബിറ്റൽ ഉണ്ട്. അത് 3 ഓക്സിജൻ ആറ്റമായിട്ട് ബോണ്ട് ചെയ്ത് നിൽക്കുന്നു. സാധാരണ 3 ഓർബിറ്റൽ അല്ലേ, sp2 3 ഓർബിറ്റൽ ഉണ്ടാവും. ആ 3 എന്ത് ചെയ്യുന്നു? ഓക്സിജൻ 3 ഓക്സിജൻ ആണ്. ഈ യൂണിറ്റ് കണ്ടല്ലേ, ഒരു ബോറോൺ ഇവിടെ 3 ഓക്സിജൻ. അപ്പൊ 3 ഓക്സിജൻ ആയിട്ട് എന്ത് ചെയ്യുന്നു? ബോണ്ട് ചെയ്യുന്നു. പിന്നെ ഓരോ ഓക്സിജൻ ആയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഹൈഡ്രജൻ ആയിട്ടും ബോണ്ട് ചെയ്തിട്ടുണ്ട്. ഇതാ നമുക്ക് ഈ സ്ട്രക്ചർ കാണാൻ പറ്റും. ഈ BO3 3- യൂണിറ്റിനെ ലിങ്ക് ചെയ്യുന്ന ആരാണ്? ഈ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ബോണ്ട് ആണ് ലിങ്ക് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ ഇപ്പൊ കണ്ടോ, ഇവിടെ ഒരു ബോറോൺ. ഈ ബോറോൺ 3 ഓക്സിജൻ ആയിട്ട് എന്തുണ്ട്? ലിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓക്സിജൻ, പിന്നെ എന്തുണ്ട്? ഒരു ഹൈഡ്രജൻ. ഈ എല്ലാ ഓക്സിജനും എന്താണ്? ഹൈഡ്രജനിലേക്ക് കണക്റ്റഡ് ആണ്. കണ്ടില്ലേ? അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ വഴിയാണ് നമ്മൾ ഒരു BO3 യൂണിറ്റ് മറ്റൊരു BO3 യൂണിറ്റ് BO3 3- അല്ലെങ്കിൽ BO3 യൂണിറ്റ് കണക്ട് ചെയ്യുന്ന ഏത് വഴിയാണ്? ഹൈഡ്രജൻ വഴിയാണ്. അതിപ്പോ നമുക്കറിയാം ഇതൊരു BO3 യൂണിറ്റ്. ഇവിടെ നോക്കിയേ, ഇതാണൊരു ഈ ഹൈഡ്രജൻ കൂടെ ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ ഒരു BO3 യൂണിറ്റ് അല്ലെ. ഇതൊരു അടുത്ത BO3 യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാം. അടുത്ത BO3 യൂണിറ്റ് ദാ ഇവിടെ ഒരു അടുത്ത BO3 യൂണിറ്റ്, ഇവിടെ ഒരു BO3 യൂണിറ്റ്. കണ്ടില്ലേ? സോ ഈ BO3 യൂണിറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്താ ചോദിച്ചാൽ ഈ ഹൈഡ്രജൻ ആണ് കണക്ട് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ കണ്ടോ, അതായത് ഒരു BO3 യൂണിറ്റ് മറ്റൊരു BO3 യൂണിറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ആണ്. ഇതാണ് കണക്ഷൻ. ഹൈഡ്രജൻ കണക്ട് ചെയ്യുന്നത് കണ്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് പറയാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. This link BO3 3- യൂണിറ്റ് ബൈ ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. പിന്നെ സ്ട്രക്ചർ ലെയർ സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ എങ്ങനെ വെച്ചാൽ ലെയർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അപ്പൊ അത്ര ഓർത്ത് വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ നമുക്ക് എന്തിനെ കുറിച്ച് പറയാന്? ഈ ബോറിക് ആസിഡിനെ കുറിച്ച് പറയാൻ. പിന്നെ നമുക്ക് ഇതൊരു ആസിഡ് ആണ്, ആസിഡിക് പ്രോപ്പർട്ടീസ് കാണിക്കും. അത് ആൽക്കലൈസ് ആയിട്ട് ജസ്റ്റ് അതും കൂടെ ഒന്ന് പറയാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഇത് ആസിഡ് ആണല്ലോ ബോറിക് ആസിഡ്, അതായത് BOH thrice അല്ലെ. ബോറിക് ആസിഡ് എന്താണ്? ആസിഡ് ആണ്. അതുകൊണ്ട് ഇത് ആൽക്കലി റിയാക്ട് ചെയ്യും. അതായത് നമ്മുടെ NaOH ഒരു ആൽക്കലി അല്ലേ. NaOH ഒരു ബേസ് ആണ്. അതായിട്ട് നമ്മുടെ ബോറിക് ആസിഡ് ട്രീറ്റ് നമുക്ക് എന്ത് കിട്ടും?
സോൾട്ട് കിട്ടും. ആസിഡും ബേസും റിയാക്ട് ചെയ്ത് എന്താ കിട്ടുക? സോൾട്ട് ആണ്. ഇവിടെ കിട്ടുന്ന സോൾട്ട് ആണ് NaBO2. പിന്നെ എന്താ കിട്ടുക? വാട്ടറും കിട്ടും. നമ്മുടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അപ്പൊ NaBO2 പറഞ്ഞ ബൊറൈറ്റ് ആണ്. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക. ബോറിക് ആസിഡ് നമ്മുടെ NaOH ആയിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബൊറൈറ്റ് ഒരു സോൾട്ട് ആണ്. അത് കിട്ടും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അത്ര മതി. അപ്പൊ സ്ട്രോങ് ആൽക്കലി ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആൽക്കലി ആയിട്ട് ബോറിക് ആസിഡ് റിയാക്ട് നമുക്ക് എന്ത് കിട്ടും? ബൊറൈറ്റ് കിട്ടും എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കണം. അത് മതി. ഇതൊരു മോണോബേസിക് ആസിഡ് ആണ്. ബേസിറ്റി ഇത്രയാണ് 1 ആണ്. അതും കൂടി ഓർത്ത് വെക്കാം. മോണോബേസിക് ആസിഡ് ആണ്. മോണോബേസിക് ആസിഡ് ആണ്. വീക്കും ആണ് കേട്ടോ. വീക്ക് ആസിഡ് ആണ്. സ്ട്രോങ് ഒന്നല്ല. വീക്ക് ആയിട്ടുള്ള ഒരു മോണോബേസിക് ആസിഡ് ആണ് നമ്മുടെ H3BO3 എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് അത്രേ ഉള്ളൂ. ഇതിന്റെ കാര്യമായിട്ട് റിയാക്ഷൻ അത്രേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ഒരു റിയാക്ഷൻ കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. നമ്മുടെ ഈ ബോറിക് ആസിഡ് എന്ന് പറയുന്നത് H3BO3 CaF2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ CaF2 അതായത് കാൽഷ്യം ഡൈഫ്ലൂറൈഡും അതിന് കൂടെ H2SO4 സൾഫ്യൂരിക് ആസിഡ് ഇതായി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ബാലൻസിംഗ് ഉണ്ട് 1 3 2. ഈ റിയാക്ഷനിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CSO4 കാൽഷ്യം സൾഫേറ്റ് ആണ്. കാൽഷ്യം സൾഫേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. അതിന് കൂടെ വരുന്നത് BF3 ആണ്. പിന്നെ വാട്ടറും വരും 6H2O. ഇതും കൂടെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. എല്ലാ റിയാക്ഷനും കൂടെ നമുക്ക് ഓർത്തേക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. എന്നാൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊന്ന് മൈൻഡ് ഒന്ന് കയറ്റാം. ഏതാണ് നമ്മുടെ H3BO3 CF2 കാൽഷ്യം ഫ്ലൂറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിന്റെ കൂടെ എന്തുണ്ട്? സൾഫ്യൂരിക് ആസിഡും ഉണ്ട്. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് എന്ത് കിട്ടും? കാൽഷ്യം സൾഫേറ്റും BF3 കിട്ടും. അതും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ഈ രണ്ട് റിയാക്ഷൻസ് ഇതാണ് നമുക്ക് രണ്ടെണ്ണം ഒന്ന് ഓർത്ത് വെക്കാം. ആദ്യം എന്താണ്? സോൾട്ട് ഉണ്ടാവുന്നത്, ബൊറൈറ്റ് ഉണ്ടാവുന്നത് അതിന് സ്ട്രോങ് ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്യണം. NaBO2 ഉണ്ടാവും. രണ്ടാമത്തേത് കാൽഷ്യം ഫ്ലൂറൈഡും സൾഫ്യൂരിക് ആസിഡും കൂടി ആകുമ്പോൾ കാൽഷ്യം സൾഫേറ്റ് നമുക്ക് കിട്ടും. ബാക്കി BF3 വരും, H2 അങ്ങനെ പോയി. ഇത്ര ഇത് അതിൽ ഓർക്കാനുള്ളൂ. ക്ലിയർ ആയി? ബോറിക് ആസിഡ് നമ്മളിവിടെ ഫൈൻഡ് അപ്പ് ചെയ്യാണ്. ചെറിയ ടോപ്പിക്കാണ്, നമുക്ക് ഇത്രയിൽ നോക്കാനുള്ളൂ കേട്ടോ. ഇനി അടുത്ത ബോറോണിന്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ബോറോൺ നൈട്രേറ്റ് ആണ്. ബോറോൺ നൈട്രേറ്റ് കിട്ടുന്നുണ്ടോ? ബോറോണും നൈട്രജനും കൂടി അല്ലെ, ബോറോണും നൈട്രജനും കൂടിയുള്ള കോമ്പൗണ്ട് ആണ് ബോറോൺ നൈട്രേറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് BN നമ്മൾ എഴുതാം. BN. ഓക്കെ, ബോറോൺ നൈട്രജൻ BN. ഇതിൽ രണ്ട് ഫോമുകൾ ഉണ്ട്. ഹെക്സഗണൽ ഫോം ഉണ്ട്, ക്യൂബിക് ഫോം ഉണ്ട്. രണ്ട് ഫോം ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് ഇവിടെ ഈ ഹെക്സഗണൽ ആകുമ്പോൾ ഇവിടെ ഹൈബ്രിഡൈസേഷൻ വരും. sp2 ആണ് ഹൈബ്രിഡൈസേഷൻ. ഇനി ക്യൂബിക് ആകുമ്പോഴോ ഹൈബ്രിഡൈസേഷൻ sp3. ഇമ്പോർട്ടന്റ് ആട്ടോ. ഹെക്സഗണലിൽ ഹൈബ്രിഡൈസേഷനും ക്യൂബിക് ഹൈബ്രിഡൈസേഷനും ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട്. എന്താണ് വ്യത്യാസം? ഹെക്സഗണൽ ആകുമ്പോൾ sp2 ആണ്, ക്യൂബിക് ആകുമ്പോൾ sp3 ആണ്. അതൊന്ന് ഓർത്തേക്കണം. ഓക്കെ. പിന്നെ ഇതിന്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. എങ്ങനെ നമുക്ക് BN പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. പ്രിപ്പയർ ആണെങ്കിൽ ഫസ്റ്റ് എന്താണ്? ഡൈബോറൈൻ ആണ് ഫസ്റ്റ് പ്രിപ്പറേഷൻ. ഡൈബോറൈൻ നമ്മൾ എക്സസ് ആയിട്ട് അമോണിയ ആയിട്ട് എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും വേണം. അതായത് ഡൈബോറൈൻ എടുക്കണം നമ്മൾ NB2H6 ഡൈബോറൈൻ. നമ്മൾ എക്സസ് അമോണിയ അല്ലെ, ഇവിടെ അമോണിയ ഉണ്ട്, എക്സസ് ആട്ടോ. പിന്നെ ഗ്രേറ്റർ ദാൻ 300 ഡിഗ്രി ടെമ്പറേച്ചർ, നല്ല ടെമ്പറേച്ചർ. നമുക്ക് എന്ത് കിട്ടും? ബോറോനൈട്രേറ്റ് കിട്ടും. BNN ബോറോനൈട്രേറ്റ് കിട്ടും. ഓക്കെ. പിന്നെ ഇതാണ് ഒരു പ്രിപ്പറേഷൻ മെത്തേഡ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മെത്തേഡ്. ഇത് തന്നെയാണ്. ഓക്കെ, നമുക്ക് ആ ഒരു മെത്തേഡ് ആണ് നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ബോറിക് ഓക്സൈഡ് നമുക്ക് ഉണ്ടാക്കാം. B2O3 ഇല്ലേ, ബോറിക് ഓക്സൈഡ് ആണ്. ബോറിക് ഓക്സൈഡും അമോണിയ ട്രീറ്റ് ചെയ്താലും അത് വളരെ ഹൈ ടെമ്പറേച്ചറിലാണ്, 1000-ലൊക്കെയാണ്. അപ്പൊ നമുക്ക് എന്തിനാ കിട്ടുക? BN കിട്ടും. ഇതുകൂടെ ഓർത്ത് വെക്കാം. ഓക്കെ, ബോറിക് ഓക്സൈഡ് അമോണിയ. ഇത് ഡൈബോറൈൻ അമോണിയ ആണ്. ഡൈബോറൈൻ എക്സസ് അമോണിയ 300 ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ ഹൈ ടെമ്പറേച്ചറിൽ ബോറോനൈട്രേറ്റ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രിപ്പറേഷൻ കേട്ടോ. ഡൈബോറൈൻ എക്സസ് അമോണിയം കൂടി റിയാക്ട് ചെയ്താൽ എന്താണ് ഫോം ചെയ്യുന്ന ക്വസ്റ്റൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് നോട്ട്സ് വേണമെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, ബോറിക് ഓക്സൈഡും അമോണിയം കൂടി എന്ത് ചെയ്യാവുന്നത് ജസ്റ്റ് ഓർത്ത് വെക്കാം. അത് മതി. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ സ്ട്രക്ചർ ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും ഫോം ഉണ്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് ഹെക്സഗണൽ ബോറോനൈട്രേറ്റും രണ്ടാമത്തെ ക്യൂബിക് ബോറോനൈട്രേറ്റും ആണ്. എന്താ വ്യത്യാസം? എക്സ്റ്റേണൽ ബോറോനൈട്രേറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റിന്റെ പോലെ, നമ്മൾ കാർബണിന്റെ അല്ലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്, അതുപോലെ ഡയമണ്ട് അല്ലെ. അപ്പൊ ഗ്രാഫൈറ്റിന് സിമിലർ ആയിട്ടുള്ള ബോറോനൈട്രേറ്റിന്റെ ഫോം ഏതാ ചോദിച്ചാൽ ഏതാണ്? ഹെക്സഗണൽ ആണ്. ഓക്കെ, ഗ്രാഫൈറ്റിന് സിമിലർ ആയിട്ടുള്ള ലെയേർഡ് ആയിട്ടുള്ള ലാറ്റിസ് ആണ് ആർക്കുള്ളത്? ഈ പറഞ്ഞ HBN ഉള്ളത്. HBN ഇതാണ് കണ്ടോ, ഇതാണ്. ഇത് ഏകദേശം ഗ്രാഫൈറ്റിന്റെ പോലെ കേട്ടോ. ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ളത് ആർക്കാണ്? ഹെക്സഗണൽ ബോറോനൈട്രേറ്റിനാണ്. ഇവിടെ കണ്ടക്റ്റിംഗ് ഇലക്ട്രോൺസ് എന്തില്ല, പക്ഷെ ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഇവിടെ ഇതെന്ത് ഇലക്ട്രിസിറ്റി ഒന്നും കണ്ടക്ട് ചെയ്യില്ല. ഇവിടെ കണ്ടക്റ്റിംഗ് ഇലക്ട്രോൺസ് ഇല്ല. ഓക്കെ, അവിടെ ബോറോണിന്റെ നൈട്രജനും ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കാരണം അവിടെ ഇലക്ട്രോൺസ് എന്തില്ല, കണ്ടക്ട് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് ഇത് പൂർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതാണ് വ്യത്യാസം ഗ്രാഫൈറ്റുമായിട്ട്. പക്ഷെ ഇതിന് എന്തുണ്ട്? ലുബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, അത് എന്തുണ്ട്? ലുബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അത് സ്റ്റോർത്തിക്ക് ലുബ്രിക്കേറ്റിംഗ്
പ്രോപ്പർട്ടി. അതുകൊണ്ട് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ഈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ആയിട്ട് ലുബ്രിക്കൻസിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക പെയിന്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ എക്സ്റ്റേണൽ ബോറോൺ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല, lubricating പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് അത് ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലുബ്രിക്കൻസിലും ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള എന്താ പറയാ പെയിന്റ്, അതുപോലെ ഈ ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യാൻ ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഹൈ ടെമ്പറേച്ചറിന് റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള റെസിസ്റ്റേഴ്സ്, ഇതിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഈ പറഞ്ഞ എക്സ്റ്റേണൽ ബോറോൺ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, അത്ര മതി. ഇനി അടുത്താണ് ക്യൂബിക് ബോറോൺ നൈട്രൈഡ്. ക്യൂബിക് ബോറോൺ നൈട്രൈഡ് ഇതിന്റെ സ്ട്രക്ചർ ഡയമണ്ടിനെ പോലെ ടെട്രാഹെഡ്രൽ ആണ്. കണ്ടോ, ഇതാണ് ക്യൂബിക് ബോറോൺ നൈട്രൈഡ്. ഇത് ഡയമണ്ടിന്റെ ആയിട്ട് സിമിലർ ആണ്, ടെട്രാഹെഡ്രൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അപ്പോൾ ഹെക്സഗണൽ ലെയേർഡ് ആണ് ഗ്രാഫൈറ്റിനെ പോലെ, ഇതെന്താണ് ടെട്രാഹെഡ്രൽ ആണ് ഡയമണ്ടിനെ പോലെ. ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ക്രൂസിബിൾസ്, റിയാക്ഷൻ വെസൽ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, എന്താണ് എന്താ പറയാ ക്രൂസിബിൾസും അതുപോലെ ഈ പറഞ്ഞ റിയാക്ഷൻ വെസൽ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതാണ്. ആക്ച്വലി ഈ ഡയമണ്ടിന് ശേഷം ഡയമണ്ട് മെക്കാനിസം വളരെ ഹാർഡാണ്. ഡയമണ്ടിന് ശേഷം ഏറ്റവും കൂടുതൽ ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മുടെ CBN. അതായത് സെക്കൻഡ് ഹാർഡസ്റ്റ് പറയാം. സെക്കൻഡ് ഹാർഡസ്റ്റ് മെറ്റീരിയൽ നമുക്ക് അറിയാവുന്നതിൽ ഏറ്റവും സെക്കൻഡ് ഹാർഡസ്റ്റ് മെറ്റീരിയൽ ആണ് ഈ CBN എന്ന് പറയുന്ന ക്യൂബിക് ബോറോൺ നൈട്രൈഡ്. അതുകൊണ്ട് നമ്മൾ ഈ കട്ടിംഗ് ടൂൾസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത്രയും ഹാർഡ് ആയത് കാരണം. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇനേർട്ട്നെസ് കാരണമാണ് അത് നന്നായിട്ട് തെർമൽ കണ്ടക്ടിവിറ്റി ചെയ്യും. അത് ഇനേർട്ടും ആണ്, എന്നാൽ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? റിയാക്ഷനിൽ വെസൽസ് ആയിട്ടും ക്രൂസിബിൾസ് ആയിട്ടും ഉപയോഗിക്കുന്നത്. ബിക്കോസ് എന്തുണ്ട്, നല്ല തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, എന്നാൽ കെമിക്കലി ഇനേർട്ടും ആണ്. പിന്നെ അതിന്റെ സ്ട്രെങ്ത് കാരണം നമ്മൾ മെഷീൻ കട്ടിംഗ് ടൂൾസ് ആയിട്ടും അബ്രേസീവ്സ് ആയിട്ടും എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ CBN എന്തിന് സിമിലർ ആണ്? ഡയമണ്ട് ആണ്. ഡയമണ്ടിന് സിമിലർ ആണ്, ടെട്രാഹെഡ്രൽ ആണ്, സെക്കൻഡ് ഹാർഡസ്റ്റ് ആണ്, ഓർത്ത് വെക്കാം. ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. രണ്ടും തമ്മിൽ ഡിഫറൻസ് മനസ്സിലായില്ലേ? രണ്ട് ഫോമുകളാണ് കേട്ടോ. നമ്മൾ കാർബണിന്റെ ഡിഫറെന്റ് അലോട്രോപ്പുകൾ പറയുന്ന പോലെ BN ബോറോൺ നൈട്രൈഡിന്റെ രണ്ട് ഡിഫറെന്റ് ഫോമാണ്, ഹെക്സഗണലും ക്യൂബിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്? ബോറോണിന്റെ കോമ്പൗണ്ടുകൾ ഇപ്പൊ കഴിഞ്ഞു കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഈ ഗ്രാഫൈറ്റും HBN തമ്മിൽ ഡിഫറൻസ് പറഞ്ഞല്ലോ അല്ലെ? കണ്ടക്ടിവിറ്റി ഇല്ലാത്ത കാരണം നമ്മൾ പറഞ്ഞു കേട്ടോ. ഓക്കെ, കണ്ടക്ട് ഇലക്ട്രോൺസ് ഇല്ല, അത് ഓർത്തേക്കാം. നമ്മൾ ഗ്രാഫൈറ്റ് പോലെ തന്നെ ആകുമ്പോൾ ഇതും കണ്ടക്ട് ചെയ്യുന്നു വിചാരിക്കും, എക്സ്റ്റേണൽ BN. പക്ഷെ എക്സ്റ്റേണൽ BN എന്ത് ചെയ്യുന്നില്ല? കണ്ടക്ട് ചെയ്യുന്നില്ല. കാരണം ഇവിടെ ഇലക്ട്രോണിറ്റി ഡിഫറൻസ് ഉണ്ട് ബോറോൺ നൈട്രജൻ തമ്മിൽ. സോ അതുകൊണ്ട് ഡിലോക്കുലേസ് ഇലക്ട്രോൺസ് ഒന്നുമില്ല, അതൊന്ന് ഓർത്തേക്കണം. അത്ര മതി കേട്ടോ. നമ്മൾ ഒരുപാട് പറഞ്ഞു അല്ലെ? അപ്പൊ നമുക്ക് ബോറോൺ തൽക്കാലം എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. ബോറോൺ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. അതായത് ബോറോണിന്റെ കോമ്പൗണ്ട് ഒക്കെ നമ്മൾ പറഞ്ഞു. ഡൈബോറോൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്താണ് അല്ലെ? ബോറോൺ ഹൈഡ്രൈഡുകൾ, ബൊറേനുകളൊക്കെ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞു? ബൊറാസിൻ പറഞ്ഞു, ബോറിക് ആസിഡ് പറഞ്ഞു, ഇപ്പൊ ബോറോൺ നൈട്രൈഡും പറഞ്ഞു. വേഡ്സ് റൂൾ ഒക്കെ വെച്ച് നമ്മൾ എന്ത് കണ്ടു? ഇതിന്റെ സ്ട്രക്ചർ അല്ലെ കണ്ടുപിടിച്ചു, ബൊറൈൻസിന്റെ ഒക്കെ. അപ്പൊ ഇത്രയും നമുക്ക് ബോറോൺ എന്ത് ചെയ്യാം? ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം അല്ലെ? ടൈം ഉണ്ട് ഏതായാലും. എന്ത് നോക്കാം? അടുത്ത അലുമിനിയത്തിന്റെ ഒരു കോമ്പൗണ്ട് ആണ് അലുമിനിയം ക്ലോറൈഡ് അല്ലെ? അലുമിനിയത്തിന്റെ ഒരു ചെറിയ കോമ്പൗണ്ട് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ അലുമിനിയം ക്ലോറൈഡ് എന്ന് പറയുന്ന AlCl3. ഇതെങ്ങനെ എക്സിസ്റ്റ് ചെയ്യും? ഇതും കൂടി നമുക്ക് നോക്കാം. അപ്പൊ AlCl3 പ്രത്യേകത എന്ന് പറയുന്നത് അത് ഡിഫറെന്റ് ഫേസിൽ പല പല രീതിയിലാണ് എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഈ ബിലോ 400 ഡിഗ്രിയിലുള്ള വേപ്പർ ഫേസ് ആണ്, എന്നാൽ ബിലോ 400 ഡിഗ്രി ആണ്. ഈ ഒരു സ്റ്റേറ്റിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഡൈമറുകളായിട്ടാണ്. ഓക്കെ, അതുപോലെ നോൺ പോളാർ സോൾവെന്റ് ആണെന്നുണ്ടെങ്കിലും ഈ വേപ്പർ ഫേസ് 400 ഡിഗ്രിക്ക് താഴെ വേപ്പർ ഫേസിലും ഇത് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും? Al2Cl6 ഡൈമർ. അത് ശരിക്കും നമ്മൾ AlCl3 എന്നല്ല പറയാം അലുമിനിയം ക്ലോറൈഡ് തന്നെ, പക്ഷെ ഇത് ഡൈമർ എക്സിസ്റ്റ് ചെയ്യും. ഡൈമർ എന്ന് പറയുമ്പോൾ എന്താ? Al2Cl6 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് തന്നെയാണ് കേട്ടോ. ഇതാണ് എന്ത്? Al2Cl6 ഡൈമർ എന്ന് പറയുന്നത്. ഇത് ഏത് ഫേസിലാണ്? ഇത് ഏതാണ്? വേപ്പർ ഫേസ് ആണ്. പക്ഷെ ഏത് വേപ്പർ ഫേസ് ആണ്? ബിലോ 400 ഡിഗ്രി സെൽഷ്യസിന്റെ വേപ്പർ ഫേസ്. ഓക്കെ, അത് കഴിഞ്ഞു, കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ഇനി ഈ ഒരു സ്റ്റേറ്റിൽ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പറയാം. Al2Cl6 ഡൈമർ സ്റ്റേറ്റിൽ ഇതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും? ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹൈഡ്രൽ ആയിരിക്കും. അവിടെ അലുമിനിയം ആറ്റംസിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ആണ്. അതുകൊണ്ട് ഓർത്തേക്കണം, ഇവിടെ അലുമിനിയത്തിന്റെ ഹൈബ്രിഡൈസേഷൻ പറയുന്നത് എന്താണ്? sp3 ആണ്. സ്ട്രക്ചർ എന്താണ്? എക്സാക്ട്ലി ടെട്രാഹൈഡ്രൽ അല്ല, ഡിസ്റ്റോർട്ടഡ് ടെട്രാഹൈഡ്രൽ. ഇത്രയാണ് വേപ്പർ ഫേസ് ലെസ് ദാൻ 400 ഡിഗ്രിയുള്ള പ്രത്യേകത. ഓക്കെ, ടെട്രാഹൈഡ്രൽ അല്ലേ? ടെട്രാഹൈഡ്രൽ. അലുമിനിയത്തിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ആണ്. ക്ലിയർ ആയി? ഇനി അടുത്ത സ്റ്റേറ്റ് എന്താണ്? മോണോമറിക് ആയിട്ടുള്ള സ്റ്റേറ്റ്, ട്രയാങ്കുലർ പ്ലാനർ. നമ്മൾ സാധാരണ അലുമിനിയം ക്ലോറൈഡിന്റെ എന്താ പറയാ ഷേപ്പ് സ്ട്രക്ചർ ചോദിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് പറയാൻ എന്താണ്? എപ്പോഴും പറയാം ട്രയാങ്കുലർ പ്ലാനർ ആണ് അല്ലെ? പക്ഷെ ഈ ഒരു സ്ട്രക്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാ?
വേപ്പർ ഫേസ് എബോ 800 ഡിഗ്രിയിൽ, അതായത് എബോ 800ലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ട്രയാങ്കിൾ പ്ലാനർ ആയി ശരിക്കും പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് ഇവിടെ സ്പേസ് ഉണ്ടോ, ജസ്റ്റ് ഒന്ന് ഇവിടെ വരയ്ക്കാം ഈ സൈഡിൽ. ഓക്കെ, ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത് അലുമിനിയം ഇങ്ങനെ Cl, നമ്മൾ സാധാരണ വരയ്ക്കുന്ന ട്രയാങ്കിൾ പ്ലാനർ അല്ലേ, ബോണ്ട് ആംഗിൾ 120 ഒക്കെ ആയിട്ടുള്ള. ഇത് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, എബോ 800 ഡിഗ്രിയിൽ വേപ്പർ ഫേസിൽ. ഓക്കെ, ആ സമയത്ത് അലുമിനിയത്തിന് ഹൈബ്രിഡൈസേഷൻ എന്താണ്, sp2 ആണ്. ക്ലിയർ ആയി. അപ്പൊ ഈ രണ്ട് ഇത് മോണോമറിക് ആണ്, മോണോമറിക് ആയിട്ടുള്ള ട്രയാങ്കിൾ പ്ലാനർ. ക്ലിയർ ആയി. ഇത് രണ്ടുമാണ് അലുമിനിയത്തിന് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചറുകൾ. ഇത്രേ ഉള്ളൂ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഓർക്കാനും. ഓക്കെ ഓക്കെ, നമുക്ക് കാർബൺ അലോട്രോപ്പ് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഓക്കെ ബോറോൺ, അതായത് അലുമിനിയം ഈ ഒരു ഫാമിലി കഴിയാണ് അല്ലേ, നമ്മുടെ ബോറോൺ ഫാമിലി ഇല്ലേ, ബോറോൺ അലുമിനിയം ഈ ഒരു ഫാമിലി ഉണ്ടല്ലോ, ഇതിലത്തെ അലുമിനിയം ക്ലോറൈഡ് ആണ് ഇവിടെ ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കോമ്പൗണ്ട്, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇതുവരെ നമുക്ക് ബോറോൺ ഫാമിലി, അതായത് ഗ്രൂപ്പ് 13 നമുക്ക് പഠിക്കാനുള്ളത് ഈ അലുമിനിയം ക്ലോറൈഡ് വരെയാണ്. അപ്പൊ ഗ്രൂപ്പ് 13 നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് എവിടെ വരെ പോകണം, 18 വരെ പോകണം. ഓക്കെ, കുറച്ചുകൂടെ എല്ലാത്തിലും ഇത്രയൊന്നും പഠിക്കാനല്ല. ഇത് പക്ഷെ എന്താണ്, നമുക്ക് ബോറൈൻസ് വന്നുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈം ഇവിടെ എടുത്താണ്. നമ്മൾ STYX പറഞ്ഞു, അങ്ങനെ കുറെ സമയം പറഞ്ഞു ടൈം ഇങ്ങനെ പോയതാണ്. പിന്നെ നമുക്ക് കുറച്ച് പറയാനുള്ളൂ. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, കാർബൺ ഫാമിലി നോക്കാം കേട്ടോ. കാർബൺ അലോട്രോപ്പുകൾ ഇല്ലേ, ഡയമണ്ട് ഗ്രാഫൈറ്റ്, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. കാർബൺ അത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ നമുക്ക് നൈട്രജൻ നോക്കാനുണ്ട്, ഫോസ്ഫറസ്, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ ഇത്ര മതി. ഇത് ചെറിയൊരു ക്ലാസ് ആണ്. ഇപ്പോൾ വെറുതെ നമ്മൾ കാർബൺ സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ തീരില്ല, അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് കാർബൺ അലോട്രോപ്പുകൾ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.